ഞങ്ങളൊരു പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് പായസം എങ്ങനെയാ പക്ഷെ ഇത് പായസം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ അല്ല കേട്ടോ. ഞാൻ സാധാരണ വിചാരിച്ചിട്ടുള്ളത് ഇവൾക്ക് പാചകമൊന്നും അറിയില്ല. കാരണം മെയിനായിട്ട് മമ്മിയാണ് പാചകമൊക്കെ, ലിബി ഹെൽപ്പ് ചെയ്യുക അങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇവൾക്ക് പാചകമൊന്നും വലിയ പിടിയില്ലാന്ന്. പക്ഷെ മമ്മി കുറച്ച് ദിവസം ഒന്ന് മാറി നിന്നപ്പോ വെറൈറ്റി സാധനങ്ങൾ വെക്കാൻ തുടങ്ങി. ഇന്നലെ എന്താണ് മാമ്പഴ പുളിശ്ശേരി, പിന്നെ അങ്ങനെ ഓരോ വെറൈറ്റി സാധനങ്ങള് എല്ലാവരും ഭയങ്കര ടേസ്റ്റാ. ഇപ്പോഴാ മനസ്സിലായി ഇവളുടെ ഉള്ളിലൊരു പാചക വിദഗ്ധ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണതാണ് പായസം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമുള്ളൂ, ഒരു എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 2 കിലോമീറ്റർ ചുറ്റളവില് ക്ലീൻ ചെയ്യേണ്ടി വരും. പായസം ഉണ്ടാക്കുമ്പോ ചെറുതായിട്ടൊന്ന് തിളച്ചു പോയി, ചെറുതായിട്ടല്ല ഇവിടെ മൊത്തത്തില് പോയി. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്തു. ഇവിടെ കണ്ട ഒരു കളർ കണ്ട, പെയിന്റ് ആയ പോലെ. പെയിന്റ് ആയതല്ല, ഇന്ന് രാവിലെ ലിബി ദോശമാവ് ആട്ടിയതാണ്. ഇതാ ഈ കാണുന്നതൊക്കെ ദോശമാവ് ആട്ടിയതിന്റെ ബാക്കിയാണ്. ഇവിടെ ഇവിടെ അല്ല, എങ്ങനെ ഇത് ഇത്ര ഹൈറ്റിൽ പോണേ? പറഞ്ഞു പാത്രത്തില് എടുക്കുമ്പോ അത് അങ്ങനെ തെറിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് മനസ്സിലാവേണ്ടി ഒരു 10 അടി ഹൈറ്റിലാണ് അത് തെറിച്ചു പോയിട്ടുള്ളത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടാക്കണ സംഭവങ്ങള് സൂപ്പറാണ്. ഇതൊക്കെ ഇവിടുന്ന് പഠിച്ചു എന്നറിയില്ലേ? ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത്? മമ്മി പഠിപ്പിച്ചു തന്നതാ. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇതാണ് ഞങ്ങളുടെ ഉച്ചത്തെ ചിക്കൻ കറി. കുറച്ചും കൂടി ബാക്കിയുണ്ട്, അത് നമ്മള് രാത്രിക്ക് എടുക്കാം. പക്ഷെ സാമ്പാർ എന്താ പറ്റിയെന്ന് അറിയില്ല. സാമ്പാറിന് എന്താ പറ്റിയത്? ഒരു ഉഷാറായില്ലോ ഇന്നത്തെ സാമ്പാർ. നെറ്റാ? ആണേ, യൂട്യൂബ് നോക്കിയിട്ടല്ലേ നമ്മളിതൊക്കെ ചെയ്യണ്. അപ്പൊ നെറ്റ് കഴിഞ്ഞ പിന്നെ യൂട്യൂബിൽ നോക്കാൻ പറ്റില്ലല്ലോ. നീ നിന്റെ മമ്മി പറഞ്ഞു തന്നതാന്നൊക്കെ പറഞ്ഞത്? ആ, മമ്മി എന്നെ പറഞ്ഞു തന്നത് യൂട്യൂബിലൊക്കെ ഉണ്ട്, അത് നോക്കിയിട്ട് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.